ചാലഞ്ച് ചെയ്യുന്നത്. അത് നമ്മള് വീട്ടിൽ നിന്നായിരുന്നു ഗൈസ് ചെയ്തത്. പക്ഷെ നമ്മൾ ഫ്ലോറിസ്റ്റ് ലവ പാർട്ട് 2 ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ്. ഇതെങ്ങനെയാ ചാലഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ സ്റ്റുഡിയോയിലാണ് നിൽക്കുന്നത്. ഈ സ്റ്റുഡിയോയിൽ സല്ലു എപ്പോഴാണ് ഫ്ലോറിസ്റ്റ് ലാവ എന്ന് പറയുന്നത് ആ സമയം മുതൽ ഈ ഫ്ലോർ മൊത്തം ലാവയാണ് തുടങ്ങും. തിളച്ച് തീയൊക്കെ ഇങ്ങനെ തിളച്ച് നമ്മുടെ ഫ്ലോറിന്റെ അവിടെ ഇങ്ങനെ കാല് വെക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഫ്ലോർ മാറും. അയ്യോ ശരിക്കും ശരിക്കും അവര് ലാവയിലേക്ക് തൊടാൻ ആ ഒരു ചൂടൊക്കെ കൊണ്ട് കിട്ടി. ആ ഒരു ഫീലോണ്ട് കൂടി ആവണം ഗൈസ് നമ്മൾ ആ ചാലഞ്ച് ചെയ്യുന്നത്. അപ്പൊ സല്ല് ഫ്ലോറിസ്റ്റ് ലാവ എന്ന് പറയുമ്പോ നമ്മൾ നിലത്തൊന്നും നിൽക്കാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലും മുകളിൽ കയറി ഓടി ചാടി കയറണം. പെട്ടെന്ന് പറയുമ്പോ അപ്പൊ തന്നെ ചാടി കയറണം, ഇല്ലെങ്കിൽ നമ്മൾ വെന്തുരുക്കി പോകും. അപ്പൊ അതുകൊണ്ട് ഗൈസ് കാക്ക എപ്പോഴാണ് ഫ്ലോറിസ്റ്റ് ലാവ പറയുന്നത് അപ്പൊ എക്സാമ്പിൾ കാണിച്ചു കൊടുക്കും. ഓടി കയറിയതിന്റെ മോള് അതാണ് അപ്പൊ നമ്മളെ ചാലഞ്ച്. വളരെ എളുപ്പത്തിൽ കയറിയാൽ മതി. പക്ഷെ നമ്മൾ പെട്ടെന്ന് പാനിക് ആവുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഐഡിയാസ് ഒന്നും വരില്ല. അപ്പൊ അതും കൂടെ നമ്മൾ ആലോചിക്കണം. ഫ്ലോറിസ്റ്റ് ലാവ എന്ന് ഞാൻ പറയുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് അതിന്റെ ഇടയിൽ ഞാൻ ഓരോരുത്തർക്കും ടാസ്കും തരും. ഫ്ലോറിൽ തട്ടാതെ നിങ്ങൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഗൈസ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഇപ്പൊ നല്ല ചൂടും വെയിലൊക്കെ ഉള്ള ഒരു സമയമാണ്. ഈ സമയത്ത് ഞാൻ എന്റെ സ്കിന്നിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ സൺ എക്സ്പോഷർ നമ്മുടെ സ്കിന്നിൽ നല്ല രീതിയിൽ ഡാമേജ് ഉണ്ടാക്കും. നമ്മുടെ സ്കിൻ ടാൻ ആവാനും പിന്നെ സൺസ്പോട്സ് വരാനും ഇതിനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ റോങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനെ ഒന്നും കൂടെ ഹാംഫുൾ ആക്കും. അപ്പൊ നമുക്കൊരു ഹെൽത്തി ഗ്ലോയിങ് സ്കിൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ലൊരു സൺസ്ക്രീൻ വെച്ചിട്ട് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയന്റെ സൺ പ്രൊട്ടക്ട് പ്ലസ് അൾട്രാ ലൈറ്റ് സൺസ്ക്രീൻ ആണ്. ഫസ്റ്റ് ടൈം ആണ് ഗൈസ് 90% നാച്ചുറൽ ഒറിജിൻ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു സൺസ്ക്രീൻ ഞാൻ കാണുന്നത്. പിന്നെ ഗൈസ് ഈ സൺസ്ക്രീൻ ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ്. SPF 50 PA 4+ ഇതിൽ വരുന്നുണ്ട്. ചില സൺസ്ക്രീൻസ് ഒക്കെ SPF 50 PA 4+ വരുന്നു പറയെങ്കിലും ചിലത് നമുക്ക് അത്രത്തോളം പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടാറില്ല. പക്ഷെ ഇത് ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ്. ഇവർ ഓഫർ ചെയ്യുന്ന അതേ പ്രൊട്ടക്ഷൻ തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിൽ കിട്ടും. പിന്നെ അത് അൾട്രാലൈറ്റ് ആണ്. പിന്നെ ചില സൺസ്ക്രീൻസ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ വൈറ്റ് കാസ്റ്റിന്റെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ സൺസ്ക്രീനിന് ആ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഹിമാലയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സേഫും ആണ് എഫക്റ്റീവും ആണ്. പിന്നെ എനിക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഒരു മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ സ്വെറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഒലിച്ചോ. പക്ഷെ ഇത് സ്വെറ്റ് റെസിസ്റ്റന്റ് ആണ്. കാരണം ഇത് ഇന്ത്യൻ സ്കിന്നിലും ഇന്ത്യൻ വെതറിലും ടെസ്റ്റഡ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഞാൻ എങ്ങനെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യലെന്ന് വെച്ചാൽ 2 ഫിംഗേഴ്സിലും 2 ലൈൻസ് വരച്ചു കൊടുക്കും. എന്നാലേ നമ്മുടെ ഹോൾ ഫേസ് കംപ്ലീറ്റ് ആയി കിട്ടുള്ളൂ. എന്നിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് അപ്വേർഡ് സർക്കുലർ മോഷനിലൊന്ന് ജെന്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും. കണ്ടോ, ഇതിന് വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല, നല്ല നാച്ചുറൽ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഗൈസ് എന്തായാലും പുറത്തു പോകുമ്പോൾ എല്ലാവരും സൺസ്ക്രീനെ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്കും ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും മിന്ത്രയിലും നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. അപ്പൊ വേണ്ടവരൊക്കെ കയറി എന്തായാലും പർച്ചേസ് ചെയ്യുക. ലിങ്ക് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വേണ്ടവരൊക്കെ എന്തായാലും പർച്ചേസ് ചെയ്യുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നടന്നു, ഞാൻ എനിക്ക് തോന്നുന്ന സമയത്തെ പറയൂ. നടക്കണല്ലോ നടക്കണമെന്ന് ഞാൻ ഇവിടെ നിൽക്കാൻ പോവാ. ഞാൻ നടന്നോളാം, ഇങ്ങനെ നടക്കാലോ. ആ ബൗള് മുഴുവൻ മറ്റേ ടാസ്ക് അല്ലേ? ഞാൻ അടുത്തൊക്കെ തുറന്നു നോക്കണം. ഈ ബൗള് മുഴുവനാണ് ടാസ്ക്. കൊറേ ഉണ്ടല്ലോ, നോക്കട്ടെ. കൊറേ ഉണ്ട്, ഞാൻ എണ്ണട്ടെ. 1 2 3. എന്തായാലും പെട്ടെന്ന് വിളിക്കും എനിക്കറിയാം. അപ്പൊ ഞാൻ ഈ ബീൻ ബാങ്കിന്റെ അടുത്ത് തന്നെ പോയിട്ട് കാലോട്ടാണോ നിൽക്കുന്നത്? കാല് ഇതില് ബീൻസ് കുറവായതുകൊണ്ട് കുറച്ച് കാണും. ടാസ്ക് കൊടുക്കണം. ഞങ്ങളൊക്കെ കുറച്ച് പിന്നെ സേഫ് ആണ്. ഇതിന് കുറച്ചുകൂടെ മുകളിലാണ് ഗൈസ്. ഞാൻ താഴ്ന്നോളം പോലെ തോന്നുന്നത് ഗൈസ്. ഇവിടെ ഫ്ലോർ ഇപ്പൊ മൊത്തം ലാവയാണ് ഗൈസ്. ചൂട് കുറച്ച് കുറവാണ്. അപ്പൊ ടാസ്കിലേക്ക് കിടക്കാം. ഫസ്റ്റ് ആർക്കാ ടാസ്ക് വേണ്ടേ? അല്ല, 5 ശ്രീക്ക്. ശ്രീയാണ് ഏറ്റവും ഹൈറ്റിൽ നിൽക്കുന്നത്. കഴിഞ്ഞ തവണ ശ്രീയ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇത്തവണ 5 സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഓക്ക് പണിയെടുക്കുന്നു പറഞ്ഞപ്പോ തന്നെ എനിക്ക് തരുന്നു. എടുക്കെന്തായാലും ഇനി എന്തായാലും ചെയ്തല്ലേ പറ്റൂ. എന്താ കിട്ടിയത്? അച്ഛനെ വേറെ ഉള്ളവർക്ക് കൂടിയുള്ള പണിയാണ്. Pause for 10 minutes. 3 2 1 go. 5 എനിക്ക് മുകളിലേക്ക് കയറാലോ അല്ലേ? 5 എനിക്ക് മുകളിലേക്ക് കയറാലോ അല്ലേ? 5
ഫ്ലോറ് കത്തിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ അനങ്ങാതെ ഇരുന്നാൽ എങ്ങനെയാ അഞ്ചി പടിയിൽ നിൽക്കണ്ട ചിലപ്പോ വീണു. ഞാൻ ഇറങ്ങി, നീ നിന്നു. അമ്മ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അഞ്ചി ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്ലോർ ഇങ്ങനെ നിന്ന് കത്തുകയാണ്. ആ സമയത്ത് ഈ ഇങ്ങനെ 10 മിനിറ്റ് അനങ്ങാതിരുന്ന എങ്ങനെ നമ്മൾ രക്ഷപ്പെടും ജി? ഓടി ഉദ്ദേശിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, 5 അവിടെ പോസ് ആയിക്കട്ടെ. അടുത്ത ടാസ്ക് വരാൻ ഷാമിന്ന് എടുത്തോ. ഒരാൾ ടാസ്ക് ചെയ്ത അങ്ങനെയൊന്നുമില്ല. ഇവക്ക് ചാലഞ്ച് മറന്നു എന്ന് തോന്നുന്നില്ല സല്ലു. ചെറുതായിട്ട് ഇനി എനിക്കുള്ള വല്ലതും ആണോ? ലോവർ ഗ്രൗണ്ട് ഹയർ ഗ്രൗണ്ടിലേക്ക് വന്നത്. ഓക്കെ ഗൈസ്, ഇതൊക്കെ ഇനി വളരെ സിമ്പിൾ ആണ്. ഓക്കെ കഴിഞ്ഞ് വീടാലൗട്ടാവും. ഹായ്. ഇതിന്റെ അടിയിൽ പണിഷ്മെന്റ് ഉണ്ട്. ഈ ബീൻ ബാഗ് കൊണ്ടിട്ട് അവിടെ തൊട്ടിട്ട് ഇതാ തിരിച്ച് ഇവിടെ വന്ന് തൊടണം. ആ പോ. ഇവിടെ പോസ് മാറാനായോ? ഇല്ലല്ലേ? 10 മിനിറ്റ് നോക്കോടെ പോണത് എന്ത് രസാന്നറിയോ? വല്ലാത്തൊരവസ്ഥ. എനിക്ക് വല്ലാറിയാൻ മതി. ഞാൻ വലിയ കോൺഫിഡൻസിൽ ചാടി ഇറങ്ങിയതാ. തോണി തുഴഞ്ഞു പോകുന്ന ഒരു ഫീൽ അല്ല സല്ലു? അവിടെ പോയി ഞാൻ ഇവിടെ വരും. പക്ഷേ അവിടുന്ന് ഇവിടെ പോയിട്ട് അവിടെ ഞാൻ എത്തൂല. സമയമുണ്ട്. 10 മിനിറ്റ് 5 കൊടുത്തേ. ആ സമയത്തിനുള്ളിലേക്ക് പോയി വന്നാ മതി. 10 മിനിറ്റ് ആയില്ല. 5 മിനിറ്റ് ഇവിടെ ആയില്ല. minutes ആയി. റിലീസ്. നല്ല സീനൊക്കെ തിരിക്കണം ആഗ്രഹമുണ്ട്. അവിടെ വരെയല്ലേ സല്ലു? അവിടെ വരെ. ഇവിടെ എത്തിയിട്ടുള്ളൂ. കുറെ നേരം വരെ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ പോയിക്കോളൂ. അല്ലേ അവിടെ വരെ പണി. ഞാൻ കണ്ടില്ലേ പ്ലീസ്. ഒന്നെനിക്ക് കാണാനുള്ള ഏക സമാധാനം കാണുന്നില്ല. റിലീസ്. റിലീസ്. ആ നിലത്തിറങ്ങാനേ കൊറേ നേരം ഇനി അവിടെ തോന്നി എനിക്കൊന്ന് കിട്ടിട്ടെ. ഇനി ഓക്ക് പണിഷ്മെന്റ് കൊടുക്കണം. ഞാൻ തുടങ്ങാൻ. അതെ, എനിക്കറിയാം അത് പോകുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം പിടിച്ചിരുന്നു. 2 എണ്ണം പിടിച്ചിരിക്കുന്നു. ഈ സൈഡിൽ 2 ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 2 പിടിച്ചു. ഞാൻ എനിക്ക് ഒന്നേ തന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒന്ന് അതന്നെ ഞങ്ങൾക്ക് തന്നോണ്ടല്ലേ. ടെഡി ഉണ്ട്, കുറെ ഉണ്ട് അവിടെ. ഞാനിരുന്നു. കാലി എത്ര നേരം അങ്ങനെ വെക്കും? ഇങ്ങനെ വെല്ലെടുത്ത് ഇങ്ങനെ വെക്കാം. ആ ശ്രീ നല്ല സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ തന്നെ ഞാൻ രക്ഷപ്പെട്ട്. ഇങ്ങനെ ഇരുന്നിട്ട് വേണമല്ലോ ഞാൻ ടാസ്ക് എടുക്കാൻ. ഓ അത് മൂവ് ടു ഹയർ ഗ്രൗണ്ട് ആണോ? കോമഡിയോ? ഹയർ ഗ്രൗണ്ട് ഇതിനെക്കാട്ടി ഹൈറ്റ് കൂടുതലായില്ലേ? അപ്പൊ ഞാൻ അല്ലടി താഴൂലേ? താഴും. ടാസ്ക് എടുത്താലോ? പോസ് ഒന്നും ആവല്ലേ? പോസാണ് നല്ലത്. ഇപ്പോ എന്തേ കാര്യമായിട്ട് കിട്ടണം. ഷാമിന്റെതോ കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല. സ്റ്റാൻഡിങ് 1 leg for 5 minutes. കാല് വെക്കൂല. കറങ്ങുന്ന കസാരയില് ഗൈസ് ഒരു കാല് വെച്ചിട്ട് 5 മിനിറ്റ് നിൽക്കണം. കറങ്ങരുതേ. വല്ലാത്തൊരു പണിയായി. കേറി നിൽക്കാൻ പറ്റണ്ടേ? എങ്ങനെ നിക്കണെന്ന് പറഞ്ഞില്ല. ഒറ്റക്കാലിൽ നിക്കണമെന്നേ പറഞ്ഞുള്ളൂ. ഒറ്റക്കാലിൽ നിന്ന് എത്ര മിനിറ്റാ സല്ലോ? 5 മിനിറ്റ്. കുഴപ്പമില്ല. അങ്ങനെ നിക്കാൻ കുറച്ച് ടാസ്ക് ആണ് ശ്രീ. ഒരു വിരല് താഴെ പോയാൽ എന്റെ കാല് വെന്തുരുകും. അതെ, അതിനോട് ചിലപ്പോൾ വലിയ ചാൻസ് ഉണ്ട്. ഇല്ല, ഞാൻ പിടിച്ചേക്കും. എനിക്ക് നിലത്തിലാവയാലും കുഴപ്പമൊന്നുമില്ല. എനിക്കിത് അവിടെ കിടക്കാം. വേണമെങ്കിൽ കണ്ടോ ഇവിടെ നടക്കാം. എനിക്കിങ്ങനെ കുറെ നേരം ഇരുന്നിട്ട് ക്ഷീണായി പോയി. അപ്പൊ തിരി നടക്കട്ടെ എന്ന് വിചാരിച്ചു. അത് വേണ്ട, കുറച്ച് ക്ഷീണല്ലേ. പ്രതികാരം വീട്ടുകയാണല്ലേ.
മൂവ് ടു ഹയർ ഗ്രൗണ്ട്. ഇതാണോ ഗൈസ്, മൂവ് ടു ഹയർ ഗ്രൗണ്ട് ആണ്. ഇതിന്റെ ഇവിടെ കേറിക്കും ഞാൻ. വീഴരുതേ. ഇല്ല, ചിലപ്പോ സൈഡ് പോയി. ഞങ്ങളൊന്നും പറയില്ല. ഇല്ല, കുഴപ്പമില്ല ഗൈസ്, ഇത് ഞാനൊരു ബാലൻസിൽ ആ കയ്യിലുള്ള സാധനമൊക്കെ നിലത്തിട്ടാണ് പകുതി വെയിറ്റ് കുറഞ്ഞിട്ടു. അതൊന്നും നിലത്തിടില്ല. അല്ല, അത് പിന്നെ എനിക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിലോ. എന്നോട് പക കഴിഞ്ഞിട്ട് ടാസ്ക് വന്നിട്ട് നീങ്ങാൻ പറഞ്ഞാൽ ഞാൻ പെട്ടു. അതുകൊണ്ടാണ് ഇത് ഇവിടെ നിന്നോട്ടെ. വീണാലും വേണ്ടിയില്ല, അതും കൊണ്ടേ ഉള്ളൂ വീഴുള്ളൂ. ഈശ്വര, നോക്ക് റിമോട്ട് ഞാൻ അവിടെ ഇടാം. താഴെ പോയി കഴിഞ്ഞാൽ ഉരുകി തീരുക. പിന്നെ എങ്ങനെ AC ഓഫ് ആക്കും? നിലത്തല്ല, ഞാൻ ഇവിടെ ഇരിക്കാൻ പോവാണ്. ഇത് മറ്റേ സിനിമല്ലേ, ഇന്ദ്രൻസ് ഇങ്ങനെ എന്താണ് ഇങ്ങനെ പോകുന്ന അതുപോലത്തെ അവസ്ഥയല്ല ഞാൻ നിൽക്കുന്നത്. നടന്നടിക്കണ്ട. ഇപ്പൊ കുഴപ്പമില്ല ഗൈസ്. അതിലും ഹൈറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ മറ്റേ കൂടെ കേറി. അതിന്റെ മുകളിൽ കയറി ഇരിക്കാൻ അല്ലതാ ആ സോഫിന്റെ ഇതിനുള്ളിൽ ശരിയല്ലേ. എന്നിട്ട് വേണം മറിഞ്ഞു. ഞാൻ ഇവിടുന്ന് വീണാ കഴിഞ്ഞു ഗൈസ്. ഇതിലോട്ടാണ് വീഴുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ട്. പക്ഷെ എന്റെ ടാസ്ക് ഞാൻ ഔട്ടാവും. അതെ, ഇവിടുന്ന് താഴേക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ കത്തി കരിഞ്ഞു പോകും. ഞാൻ മൊത്തത്തിൽ ലാവേല്. ആ തലക്കാട് വേണമെങ്കിൽ ഒന്ന് ഇട്ടോക്ക് കത്തോന്ന് പറയും. വേണ്ട വേണ്ട. ഓക്കേ, റിലീസ്. ഞാനോ എല്ലാവരും റിലീസ്. ഫുൾ ആവില്ല. വേണ്ട, ഞാൻ ഇവിടെ തന്നെ എന്താ വിളിക്കാത്ത? കൊറേ നേരം ഇത് എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ close. അല്ല, കൊറേ നേരം ഇതിപ്പോ 1.5 മണിക്കൂറായിട്ട് ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട്. അത്രയൊന്നും ആയില്ല. പോണ വഴിക്ക് പറഞ്ഞു. Floor is lava. വലിയ എന്തോ ടാസ്ക് വരുന്നുണ്ട് ഗൈസ്. ഇതൊക്കെ വലിയ ടാസ്ക് ആണ് പറയുന്നത്. കൊടുക്കണേ. എന്താ ഷിഫ്റ്റ് ടു അനദർ പ്ലേസ്. സില്ലി. അവിടെ ഒരു ബീൻ ബാഗ് ഉള്ളതുകൊണ്ട് ലാവലി വീഴട്ടെ. കത്തി കത്തി അത കത്തി ചാരമായി ഇവിടെ തൊട്ടടുത്തൊരു ബീൻ ബാഗ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇതേ കോൺഫിഡൻസോടെ നേരത്തെ ഒന്ന് ചാടിയതാ ഷാമി. ഓർമ്മയുണ്ടോ? ബീൻ ബാഗ് കുറച്ച് ഡേഞ്ചർ ആണ്. അതെ. അങ്ങനെ വീണ് പോയി. പെട്ടെന്ന് മാറണോ? ഇത്രയും അത്ര സമയം നിർക്കരുത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 5 സെക്കൻഡ് വന്നിട്ടുള്ളൂ. എടി അതിലേക്ക് ഇരുന്നോ? ഇരുന്നൂടെ അങ്ങോട്ട് കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞാലേ എനിക്കത് പറ്റില്ല. Okay. ഞാൻ അനദർ പ്ലേസിലേക്ക് ഷിഫ്റ്റ് ആയിരിക്കുന്നത് ഗൈസ്. പക്ഷെ കാലൊരു ക്ലിപ്പ് ഓടിക്കും. എടുക്കാൻ ഒരു വഴിയില്ല. വീഴോ ബീൻ ബാഗ്. Take a basket. ഓ, ഇത് ഈസി ആയിരുന്നു സല്ലു ടാസ്ക്. ശ്രീക്ക് നല്ല കിട്ടുന്നാ തോന്നുന്നു. നല്ലത് അവന്റെ ഹൈപ്പൊക്കെ വെച്ചിട്ട്. മോട്ടു എന്താണ്? റെഡ് ബീൻ ബാഗോ? റെഡ് ബീൻ ബാഗ് അവിടെ കിടക്കുന്നത്, ഓൾ ഇവിടെ നിൽക്കുന്നു. റെഡ് ബീൻ ബാഗ് കുറച്ച് അപ്പുറത്താണ്. മോട്ടു റെഡ് ബീൻ ബാഗ്. ആ തലയുടെ അടുത്തൊരു താഴോട്ട് ഇത് നടന്നു പോകും. ഇതിനെ കൊണ്ട് എനിക്ക് ഉപയോഗമില്ല, അവിടെ ഉപേക്ഷിക്കുന്നു ഞാൻ. ഹെൽപ്പ് വേണോ? അഞ്ച് 2 ഉണ്ട്. ഒന്നുമില്ല. പിടിക്കോ? അതെനിക്കറിയില്ല, ചിലപ്പോ നിലത്ത് വീണുപോയാലോ? അവസാനം എന്നോട് മാറാൻ പറഞ്ഞ എനിക്കൊന്നുമില്ല. അതെ. ഇതിൽ 2 ഉണ്ട്. ഏതാ വേണ്ടേ? ഏതെങ്കിലും വൈറ്റോട് അതാ നിക്കാൻ സുഖം. രണ്ടെണ്ണം കിട്ടി. ഫസ്റ്റ് നമ്മൾ ഇവിടെ ഒന്നിടുക, എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ട് ഇത് ചെയ്യടാ. ടാസ്ക് ഓരോന്നും ചെയ്യും. ഇങ്ങനെ ഇടുക. എന്നോടാണ് കളി. ഇത് ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ പോവുക. ഇതിലപ്പുറം ചാടി കടന്നവനാണ്. ശരിയാണല്ലോ. അപ്പൊ ഈ 2 മിസ്സാവൂലേ? അത് അവിടെ നിന്ന് ഏന്തി എടുത്താ മതി. അവിടെ നിന്ന് എന്തിട്ട് ചിലപ്പോ വീണോയാലും. എനിക്ക് വളരെ അടുത്ത സ്റ്റെപ്പ് അവിടെ കിട്ടി. ഈ സ്റ്റെപ്പിൽ ചവിട്ടുന്നു. ടാസ്ക് കംപ്ലീറ്റഡ് ഗയ്സ്. ഇപ്പൊ 3 പേര് 3 സ്ഥലത്ത് ബീൻ ബാഗിലാണ്. അതെ, ഒരാള് കിടക്കുന്നു, ഒരാൾ ഇരിക്കുന്നു, ഒരാള് ലാവയിലേക്ക് വീഴാൻ പോകുന്നു. അതെ. ഒരാള് സേഫ് ഇപ്പൊ ബാക്ക്. അതിന്റെ അഹങ്കാരത്തിന് എനിക്ക് കിട്ടിയതാണ്. എന്ത് ചെയ്യാൻ? നേരെ ഇരുന്നപ്പോ ബീൻ ബാഗിലെ ബീന് മൊത്തം ഇങ്ങോട്ട് കയറിപ്പോയി. ഞാൻ കുറച്ച് നിൽക്കട്ടെ ഗയ്സ്. ഇങ്ങനെ ഇരുന്നിട്ട് കാല് Okay, release. കഴിഞ്ഞാ? അയ്യോ ഇത് ഞാൻ വിടൂല. അഞ്ചി താങ്ക്സ്. തിരിച്ചു കൊടുക്കുന്നു. എന്തൊരു നല്ല മനസ്സ്.
കിട്ടിയ ഉപകാരത്തിന് കിട്ടിയല്ലോ അല്ലേ? സത്യം. താങ്ക് യു പറയും, താങ്ക് യു പറയും. Thank you. ഇതെന്താ അറിയോ, നമ്മള് വീട്ടിൽ കാണുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ അപ്പുറത്തേക്കൊക്കെ റൂമിലേക്ക് അടുക്കളയിലേക്കൊക്കെ പോകാൻ സ്ഥലമുണ്ട്. പക്ഷെ ഇത് ഇതിന്റെ ഉള്ളിലാത്ത സമയത്ത് നമുക്ക് എറിഞ്ഞി കൊടുക്കാൻ സാധനങ്ങളാണ്. ശരിയല്ലേ? വീണ്ടും കുറെ നേരമായി ഗൈസ്, ഇതുവരെ ഫ്ലോറിസ്ലാവ് വിളിച്ചിട്ടില്ല. എന്താ സല്ലു വിളിക്കാതെ? അതെ, ചൂടില്ല. ഫ്ലോറിസ്ലാവ ഞാനിവിടെയായിപ്പോയി, എനിക്കും കൂടെ അവിടെ വന്നാ മതിയായിരുന്നു. ശ്രീ എപ്പോഴും അതെ. ആ മൂന്നാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ കടക്കടകെ 5 അടുത്ത ക്ലാസ് കഴിഞ്ഞിട്ടൊക്കെ പോകുന്നു. വല്ലാത്തൊരു അവസ്ഥയിലാണ് ഓളിപ്പോ ഇരിക്കുന്നത്. അവിടെ ഇരിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെ, ടാസ്ക് എടുത്തു. കൂടുന്നതിനനുസരിച്ച് എന്താ പിടിച്ചോളം. ഇത് കഴിഞ്ഞാൽ എനിക്കും കൂടെ അറിയില്ലേ? എന്നോട് സ്റ്റെപ്സ് നടക്കാനാ പറഞ്ഞത്. ഇവിടുന്ന് ഇങ്ങനെ നടന്ന് എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഇട്ട് ഇപ്പൊ തന്നെ 4 ആയില്ലേ? ഇപ്പൊ പോകുന്നു. അയ്യോ പോലെ പോലെ കാൽ തട്ടിയോ? 7 days 8 ആയേ? വളരെ ബുദ്ധിപരമായിട്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ടാസ്ക് വളരെ കഠിനമായ ടാസ്കുകളാണ് ലാസ്റ്റിലേക്ക് വരാനൊക്കെ പറഞ്ഞത്. നോക്കി നോക്കാം. അത് 2 എന്താ ഞാൻ 10 സ്റ്റെപ്പ് ആണെങ്കിൽ 15 സ്റ്റെപ്പ് എടുക്കണം. ഞാൻ ഇവിടെ തന്നെ കൊണ്ടുപോകല്ലേ, എനിക്കിത് മാത്രമേ ഉള്ളൂ. എടി പക്ഷേ ഒരു ഐഡിയ ഉണ്ട്. ഷാമി, ഒരു ചെയർ എടുക്കണം. ആ ചെയർ എടുത്ത് അങ്ങോട്ട് വെക്ക്. പക്ഷെ അത് കറക്റ്റാ സ്റ്റെപ്പ് അല്ലേ? ഇത് ഞാൻ വിടൂല. അതിന്റെ പണിഷ്മെന്റ് വേറെ എടുക്കേണ്ടി വരും കേട്ടോ. 15 സ്റ്റെപ്സ് നടക്കണല്ലേ? അപ്പൊ ഈ സ്റ്റുഡിയോ മൊത്തം നടന്നത് ഞാൻ 10 ഒതുക്കി. എണ്ണിക്കോട്ടോ. 1 2 3 ഓട്ടങ്ങള് 4 മുന്നോട്ട് നടക്കല്ലേ? 5 ഇപ്പൊ പോയാനല്ല 6 ഇങ്ങനെ മാറിയിട്ട് 7 അയ്യോ 8 ഏതായാലും പോലെ അതുവഴി 5 വിസിറ്റ്. ഞാനായിരിക്കില്ല എന്റെ 10ാമത്. 9 ഇപ്പൊ പോയാലേ 10 അങ്ങോട്ട് നീക്കട്ടെ എന്നിട്ട്. ശരി, അല്ലെങ്കിൽ പിന്നെ പോകാൻ പറ്റില്ലല്ലേ? അയ്യോ എന്നെ ചവിട്ടി കൂട്ടല്ലേ. കഴിഞ്ഞ ഇനി സ്റ്റെപ്പില്ല. അത് 11 എനിക്ക് 15 15 ഉണ്ടല്ലേ?
12. അയ്യോ 13. 13 ആ 14. ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് ഗയ്സ്. 15. ശ്രീക്കുള്ള ടാസ്ക് എടുത്തോ. ഇവിടെ ഒരു പ്രോപ്പർട്ടിയും ഇല്ല. കുറച്ച് 2 വാട്ടർ ബോട്ടിലുണ്ട്, ഒരു ടെഡി ബിയറുണ്ട്. Make another player fail. Make another player fail. അതേ ഒക്കെ വഴിയുള്ളൂ. ഞാന് ഈ കുറച്ച് ക്രൂവലായി മാറാൻ പോവാണ് ഗൈസ്. ആര് വേണം? 2 ആള് വരെ. എന്താ ആര്യാ? ഞാനില്ല. ഇതിനെയാണ് എളുപ്പം. രണ്ടെണ്ണോ? ഞാനിത് എങ്ങനെയെങ്കിലും സക്സസ് ആയേ പറ്റുള്ളൂ. സോറി ഗൈസ്, ഇതിൽ ഞാൻ തന്നെ ഫെയിൽ ആയി പോയി. പ്രതീക്ഷയില്ല ഗൈസ്. എനിക്ക് കസേരട്ട് മര്യാദയ്ക്ക് വന്നാൽ മതിയായിരുന്നു. ഇതിപ്പോ പണിഷ്മെന്റ് തന്നോ? അയ്യോ ചിരിച്ചു. അവിടെ മുതലേ വന്നതാ. എനിക്ക് ഓർമ്മയും കൂടിയില്ല ഞാനെങ്ങനെ ഇവിടെ എത്തിയത്. എന്താ അത്? അതിൽ കയറി ഇരിക്കാനാണോ? ഇതിന്റെ മോള് വന്നിരുന്നോ? ലാവ ആ സാരമില്ല, നടന്നു. ഓ ലാവലല്ലേ ഈ നിന്നതാണ്, കുഴപ്പമില്ല. ഇരുന്നു. ശ്രീ ഓൾറെഡി ഉരുക്കി. ശ്രീക്കുള്ള പണിഷ്മെന്റ് കൊടുക്കാം. എത്ര പേർക്കാ? 10. 2 3 4 5 6 7 8 9. ഏത് വഴിക്ക് പോകും നോക്കാം. ഇത് വൈകും ചേർക്കാമല്ലോ. ഇറങ്ങ്. ഇതാ പോണു. വല്ലാത്തൊരു ടാസ്ക്. ആ അടിപൊളി. 2 ആൾക്കും കൂടി ഒരു ഫീഡ്ബാക്ക് കിട്ടിയത്. ഇനി നിങ്ങൾ കഷ്ടപ്പെടും. എന്റെ കാല് ഞാൻ ഈ ഇതിലാ വെച്ചിട്ടുള്ള ഇത് കേട്ടോ വെക്കരുത്. ഞാൻ കയ്യെ പിടിച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ അങ്ങോട്ട് വന്നു. ശ്രീജി അഞ്ച് കിലോ അടുത്ത ടാസ്ക് കൊടുക്കാം. ഈസി ഉള്ളത് എന്തെങ്കിലും കിട്ടണേ. അതിൽ നീസിലൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. സ്വിച്ച് പ്ലേസ് വിത്ത് അനദർ പ്ലെയർ. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിട്ടാണ് ഞാൻ ഷാമിനെ സ്വിച്ച് ചെയ്യുന്നേ. പിന്നുള്ളത് ഒറ്റ പില്ലുള്ളണ്ടേല്. ഞാനിപ്പോ ഒരൊറ്റ കസേര ഓളെടുത്തുണ്ട്. അഞ്ചി ആ ബോട്ടിൽ എടുത്തിട്ട് അത് വലിക്കി. വേണ്ട. ഇവളെന്താ ഇവമേ കിട്ടൂലേ. ടേബിളും കൂടി മറിഞ്ഞ് അപ്പൊ ഫ്ലോറിൽ വീട് വെന്തുരുകി ലാവയായി മാറും. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ പില്ലോ എടുത്ത് ഇവിടെ ഇറങ്ങി നിക്കാം. അത് ചെയ്യണോ? അത് വേണമെന്നുണ്ടെങ്കിൽ അല്ല, ഈ നിർബന്ധമായിട്ട് ചെയ്യണം. ഈ ടേബിൾ മേലെ നിൽക്കാനും പറ്റില്ല. ആ ടേബിൾ മേൽ നിന്ന് കഴിഞ്ഞാൽ തലടിച്ച് ഫ്ലോറിൽ വീണ് ലാവയാവും. ഇത് ഉരുണ്ടു പോകും. സ്ത്രീ ഞാൻ പോകുക, വേറൊരാൾ ഇവിടേക്ക് വരും. അല്ല, എനിക്ക് അവിടെ വരുമ്പോ അക്കോമഡേഷൻ ഉള്ള സ്പേസ് അവിടെ അക്കോമഡേഷൻ ഈ സൈഡിലെ സ്പേസ് ഞാൻ അതിന്റെ മേലെ ഇരുന്നു. ഇതിന്റെ ഉള്ളിൽ വെച്ചോണ്ട് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട് ഗയ്സ്.
അല്ലപ്പൊ ഞാൻ മതി മതി ഇത്രയും കൊണ്ട് പറ്റും. ഒരു കാര്യം വന്നിട്ടെ. ഓ സോറി, ബുദ്ധിമുട്ടാണോ? ഞാൻ സ്വിച്ച് കംപ്ലീറ്റ് ചെയ്തു. ഇവൾ അങ്ങോട്ട് പോണെന്നാലും സ്വിച്ച് കംപ്ലീറ്റ് ആവുള്ളൂ. രണ്ടാമതും കൂടെ പണി കിട്ടിയ പോലെ ഇപ്പൊ. ഇത് സുഖം. എനിക്കൊരു പില്ലോ ഇല്ലേ, അതിന്റെ മുകളിൽ വെച്ച് അങ്ങനെ. ആ നേരത്തെ ഞാൻ പോയ പോലെ ഒരു പില്ലോ ഒരു കസേരയും വെച്ച് അതല്ലേ അതല്ലേ. റിലീസ്. കഷ്ടപ്പാടായി പോയി. ഇല്ലേ, ഭയങ്കര കഷ്ടപ്പെട്ട കുറെ ടാസ്കുകളായിരുന്നു. ഇവിടുന്ന് അവിടെ വരെ നല്ല പണിയല്ലേ ഗൈസ്. ഞാൻ വലിയ അഹങ്കാരം കാണിച്ചിട്ട് വലിയ ചാടി ഇറങ്ങിയിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പണിഷ്മെന്റ് എടുക്കേണ്ടി വന്നു. അത് എനിക്ക് ഏറ്റവും വലിയ പണിഷ്മെന്റ് തോന്നി. എനിക്ക് ഞാൻ ജയിക്കുന്നു തോന്നിയോടത്തുനിന്ന് ഞാൻ ഫെയിൽ ആയി പോയി. ഞാൻ ഇതുവരെ പണിഷ്മെന്റ് എടുത്തില്ല. പണിഷ്മെന്റ് എടുത്തില്ലല്ലേ? പണിഷ്മെന്റ് എടുത്തില്ല. പണിഷ്മെന്റ് കിട്ടി. അതെ, അത് കിട്ടിയില്ല. അപ്പൊ ഗൈസ് ഇന്നത്തെ ചാലഞ്ച് ഇത്രയാണ്. നല്ല ഫൺ ആയിട്ടുള്ള ഒരു ചാലഞ്ച് ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. കുറെ പേര് നമുക്ക് കമന്റ് ചെയ്തിരുന്നു ഫ്ലോറസ് ലാവ പാർട്ട് 2 ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ ഉണ്ട്. അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, This is Shamya. this is Sanjita signing off.